എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷിനി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് 11-11 ടെക്നിക്കാണ്. 1-2-1-2 ടെക്നിക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരുപാട് പേർക്ക് അത് റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്ക് തന്നെയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ 11-11 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ട സമയത്ത് എന്റെ യൂട്യൂബിലേക്ക് വന്നൊരു ഫീഡായിരുന്നു ഈ ഒരു 11-11 എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളി ടെക്നിക്കായിട്ട് തോന്നി. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ ഉപകരിക്കാൻ സാധ്യതയുള്ളൊരു മെത്തേഡാന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന് ഓവർനൈറ്റ് സക്സസ് കിട്ടിയ ആൾക്കാരുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇത് പരീക്ഷ നോക്കിയിട്ട് ഒന്ന് കമന്റിൽ പറയണം, ഓവർനൈറ്റ് സക്സസ് കിട്ടിയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയേണ്ടതാണ്. അപ്പൊ ഈ 11-11 ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതൊരു ഏൻഷ്യൻ ഹാൻഡ് ടെക്നിക്കാണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1-2-1-2 യൂസ് ചെയ്ത പോലെ പേനയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ 369 ചെയ്ത പോലെ പേപ്പറോ ബുക്കുകളോ ഒന്നും വേണ്ട. പേനയും വേണ്ട, പേപ്പറും വേണ്ട. ഇത് നമ്മുടെ ഹാൻഡ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് 11-11 ടെക്നിക്ക് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ സമയമാണ് ഏറ്റവും പ്രധാനം. മറ്റേത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 1:11 അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള 1:11 അല്ലെങ്കിൽ രാവിലെയുള്ള 11:11, രാത്രി കിടക്കാൻ നേരത്തുള്ള 11:11. ഈ 4 സമയങ്ങളിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 11-11 ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഈ 11-11 ഇതിൽ നിങ്ങൾക്ക് ഈ 4 സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, ചിലർക്ക് ഇപ്പൊ വൈകിയൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 11-11 ആണ്, അതായത് രാത്രിയുള്ള 11-11 ആണ് ഏറ്റവും ഫലപ്രദമായ സമയം. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതിന് മുമ്പൊക്കെ ഉറങ്ങി പോണവരുണ്ടായിരിക്കും അല്ലെ? വെളുപ്പാങ്കാലത്ത് 1:11 ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള 1:11 അല്ലെങ്കിൽ രാവിലെയുള്ള 11:11 തിരഞ്ഞെടുക്കാം. ഏതാണോ നമ്മൾ സമയം സെറ്റ് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്യുക, അത് അലാറം വെച്ച് സെറ്റ് ചെയ്യുക. 41 ദിവസമാണ് ഇത് ചെയ്യാനായിട്ട് പറയുന്ന ഒരു സമയം. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ആദ്യം തന്നെ നമ്മൾ ഹാൻഡ് ഒക്കെ നന്നായി വാഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നന്നായി നമ്മുടെ കൈകളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഏത് സമയമാണോ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് നമ്മൾ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. മാക്സിമം അങ്ങനെ ശ്രമിക്കുക. നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ കിട്ടണം എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയാൽ മതി. നമ്മൾ മെഡിറ്റേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയിരുന്ന് ചെയ്യാം. നമ്മുടെ മൈൻഡ് കാമാക്കുക, നമ്മൾ ഹാപ്പി ഒരു മൂഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹാപ്പി സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിഷമിച്ചിരുന്ന് നമുക്ക് ഒരിക്കലും ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മനസ്സൊന്ന് കാമാക്കുക. അതിന് വേണ്ടി നമുക്ക് ഡീപ്പ് ബ്രെത്തുകൾ എടുക്കണമെങ്കിൽ ഡീപ്പ് ബ്രെത്ത് എടുക്കുക. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ ബ്രെത്തൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് കാം ചെയ്ത് റിലാക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യണത് ഈ കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ റബ്ബ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് എൻ്റെ മെഡിറ്റേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഹീറ്റ് വരുന്നുണ്ട്, ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു എനർജി നമുക്ക് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു നല്ലപോലെ ഇങ്ങനെ ഹീറ്റ് വന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആൾക്കാരായിരിക്കും മിക്കവരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചൂണ്ടുവിരൽ എടുക്കുക. എന്നിട്ട് ഈ തള്ളവിരലിന്റെ ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ തള്ളവിരൽ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ കൈപ്പത്തിയുടെ ഉള്ളില്, ഈ ഒരു കൈപ്പത്തിയുടെ ഉള്ളില് നമ്മുടെ ഗോൾ എഴുതുക. അതായത് താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം എ മണി മാഗ്നറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ എഴുതാം. ഈ കൈപ്പത്തിയുടെ ഉള്ളിൽ നിങ്ങൾ എഴുതാനുള്ളതാണ്, എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി. ഓക്കെ, അപ്പൊ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, ഏത് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് അടിയിൽ ഈ ഒരു തള്ളവിരൽ പ്രസ് ചെയ്തിട്ട് ഈ കൈപ്പത്തിയുടെ ഉള്ളിൽ എഴുതുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇടത് കൈ ഉപയോഗിച്ച് എഴുതുന്നവരാണെങ്കിൽ തിരിച്ച് നമുക്ക് ഈ ഒരു റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിന്റെ ഈ ഒരു ചൂണ്ടുവിരൽ വെച്ചിട്ട് അടിയിൽ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇപ്പൊ 99% റൈറ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതല്ല, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ തിരിച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്. അതിനുശേഷം നമ്മൾ കൈ കൂപ്പിയിട്ട് ഈ ഒരു നമസ്കാരം, നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പൊസിഷൻ.
അപ്പൊ നമ്മുടെ ഒരു ഹാർട്ട് ചക്ര ഇവിടേക്ക് വരികയാണ്. അപ്പൊ ഒരു ലവ് കണക്ഷൻ വരികയാണ്. നമ്മൾ യൂണിവേഴ്സിനോടുള്ള ലവ് കണക്ഷൻ നമ്മൾ പറയാണ് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ പതുക്കെ നമ്മൾ ആ ഒരു പ്രൊസീജിയർ അവസാനിപ്പിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? നമ്മൾ കൈയൊക്കെ ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു നല്ലൊരു കാം പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം 30 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ഇങ്ങനെ ചൂണ്ടുവിരൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഇതിങ്ങനെ ഈ ഒരു അടിഭാഗം ഇങ്ങനെ തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് എന്താണോ ആഗ്രഹം, എന്താണോ നമ്മുടെ അഫർമേഷൻ, അത് ഈ കൈപ്പത്തിയുടെ ഉള്ളിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതുപോലെ നമ്മളിങ്ങനെ ഈ കൈപ്പത്തിയുടെ ഉള്ളിൽ എഴുതുക. അതിനുശേഷം നമ്മളിങ്ങനെ താങ്ക് യു പറയാനായിട്ട് നമ്മുടെ ഒരു ഹാർട്ടിന്റെ ആ ഭാഗത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ പറയുക. ജസ്റ്റ് ഒന്ന് ആ ഗോളൊന്ന് അഫേം ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ഇതിലേക്ക് വരാം. ഇത്രയും നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പേന വേണ്ട, പേപ്പർ വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട. സമയം എന്ന് പറയുന്നത് 1:11 രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1:11, 11:11 രാവിലെ അല്ലെങ്കിൽ രാത്രിയുള്ള 11:11. എങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക, അലാം വയ്ക്കുക. എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ, അതായത് 1-2 മിനിറ്റ് വേണ്ടി വരുള്ളൂ അല്ലെ? ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കുക. ഓവർനൈറ്റ് സക്സസ് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത്. ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ടാൽ ദിസ് ഇസ് റോഷ്നി മാന സൈനിങ് ഓഫ്.